Hi dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ അതായത് UGCAP 2023 അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. സോ വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2023-24 UG പ്രോഗ്രാംസിൻ്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് വരുന്നത് admission.uoc.ac.in എന്നതാണ് വെബ്സൈറ്റ്. ഓക്കെ, www.admission.uoc.ac.in. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ അഡ്മിഷൻ ഡീറ്റെയിൽസിൽ UGCAP 2023 അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ആക്റ്റീവ് ആയിട്ട് കാണാം. കൂടെ തന്നെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് UGCAPന്റെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ലഭ്യമായിരിക്കും. അപ്പോൾ ലൈക്ക് നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ്, എല്ലാ ഡീറ്റെയിൽസും പ്രീവിയസ് ഇയേഴ്സ് ഇൻഡെക്സ് മാർക്കൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നോക്കുക, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. അപ്പോൾ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് പ്രസ് റിലീസിലേക്ക് ഒന്ന് പാസ് ചെയ്യാം. സോ അഡ്മിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 12/6/2023. ഓക്കെ, അപ്പോൾ June 12 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുണ്ട്. അന്ന് വൈകിട്ട് 5 മണി വരെ. ഫീസ് വരുന്നത് SC/ST കാൻഡിഡേറ്റ്സിന് 185 റുപ്പീസും മറ്റുള്ളവർക്ക് 445 റുപ്പീസും ആണ് ഫീസ് വരുന്നത്. വെബ്സൈറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു, www.admission.uoc.ac.in. പിന്നെ ഓൺലൈൻ അപേക്ഷ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു CAP ID ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ, ഒരു ഇമെയിൽ ഐ ഡിയും വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുക. കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് CAP ID. അപ്പോൾ ഈ CAP ID നമ്മൾ ലാസ്റ്റ് വരെ സൂക്ഷിച്ചു വെക്കുക. അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കായിരിക്കും വരിക, ആ മൊബൈലിലേക്കായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈൽ നിങ്ങളുടെ സ്വന്തം ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അല്ലാതെ ഇത് ആർക്കെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഫർദർ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കാര്യങ്ങളൊക്കെ ആ ഫോണിലേക്കാണ് വരിക. അപ്പോൾ നിങ്ങൾ അത് അറിയാതെ പോകും. അതിനുവേണ്ടി 1 ടൈം പാസ്വേഡ് സിസ്റ്റം ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് CAP ID വരുന്ന ഫോൺ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അതിലേക്കാണ് CAP ID കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ CAP ID കിട്ടും. ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് വരും. അപ്പോൾ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് അപ്ലിക്കേഷൻസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ തന്നെയാണ്. അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത ലാസ്റ്റ് പേജ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. കാരണം അഡ്മിഷൻ സമയത്ത് അത് അവർ കോളേജുകാർ ചോദിച്ചേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പേജ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളത് യൂണിവേഴ്സിറ്റിയിലേക്കോ കോളേജിലേക്കോ ഒന്നും അയക്കേണ്ട കാര്യമില്ല. അതായത് അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഇത് അഡ്മിഷൻ സമയത്താണ് ഇത് ആവശ്യമായിട്ട് വരും. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, NSS, NCC അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വെയിറ്റേജ് മാർക്കുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അഡ്മിഷൻ സമയത്തും കാണിച്ചാൽ മതിയാവും. പിന്നെ അഡ്മിഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ കോളേജ് ഓപ്ഷൻസ് കൊടുക്കാനായിട്ടുണ്ട്. 20 ഓപ്ഷൻ വരെ ഒരാൾക്ക് കൊടുക്കാം. അപ്പോൾ 20 ഓപ്ഷൻ നിങ്ങൾ എല്ലാ കോളേജും നോക്കിയിട്ട് അതിനനുസരിച്ച് 20 ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ടാണ് അത് സെലക്ട് ചെയ്യുക. അത് ഞാൻ പറഞ്ഞ പോലെ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ 20 ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോളേജുകൾ കൂടെ ഉൾപ്പെടുത്തിയിട്ട് 20 ഓപ്ഷൻസ് കൊടുക്കുക. അതായത് നിങ്ങളൊരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കാരാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി കോളേജിൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്. ആ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ കുറച്ചും കൂടി കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കോളേജുകൾ, കമ്മ്യൂണിറ്റി കോളേജസും ഈ 20 കോളേജിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കണം. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻസും കൂടി ഈ 20 ഓപ്ഷൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്നിങ്ങനെ ഡിഫറെൻറ്റ് കോളേജസ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കുക. ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുടെ ഫീനേക്കാളും കുറച്ച് അധികമായിരിക്കും സെൽഫ് ഫിനാൻസിങ് കോളേജസ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സസിൻ്റെ ഫീസ്. അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് 20 ഓപ്ഷനിൽ കമ്മ്യൂണിറ്റി കോളേജസും കൂടി ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതായത് ഈ 12-ാം തീയതി വരെ, June 12 വരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത്
എല്ലാവരും തന്നെ ജനറൽ മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി, സ്പോർട്സ് കോട്ട എല്ലാ കാൻഡിഡേറ്റ്സും ഈ ക്യാപ് ID രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് മസ്റ്റ് ആണ്. ഈ ഒരു രജിസ്ട്രേഷൻ എല്ലാവരും തന്നെ ചെയ്യണം. പിന്നെ മറ്റ് കാര്യങ്ങൾ വരുന്നത് സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ട ആണെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കണം. കൂടെ തന്നെ നിങ്ങളെ കോളേജിൽ ഒരു ആപ്ലിക്കേഷനും കൊടുക്കണം. നിങ്ങൾ ഏത് കോളേജിലാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജിൽ ഒരു ആപ്ലിക്കേഷനും കൂടി കൊടുക്കണം. ഇനി മറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ വെബ്സൈറ്റിൽ ലഭ്യമാണ്, admission.usc.ac.in. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാ കാര്യങ്ങളും പ്രോസ്പെക്ടസിലും കാര്യങ്ങളിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ ചിലർ ചോദിക്കുന്ന ഒരു ഡൗട്ട് ഈ ക്യാപ് ID എന്താണ് എന്നുള്ളതാണ്. ക്യാപ് ID അല്ലെങ്കിൽ എങ്ങനെയാണ് കോളേജിലേക്ക് അഡ്മിഷൻ, ഇത് ഏകജാലകമായിട്ട് നടക്കുന്ന സിംഗിൾ വിൻഡോ അഡ്മിഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് 20ഓളം കോളേജിലേക്ക് ഒരുമിച്ച് ഒരു അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടാണ് യൂണിവേഴ്സിറ്റി ക്യാപ് ID സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ ആപ്ലിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഏത് കോളേജാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ആ കോളേജുകളൊക്കെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു 20 ഓപ്ഷൻ ആയിട്ട് 20 കോളേജിലേക്ക് ഒന്നിച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഓരോ അലോട്ട്മെന്റിലും അതിൽ കോളേജുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. താഴത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റിൽ അതിന്റെ മുകളിലേക്കുള്ള ഓപ്ഷൻസ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും താല്പര്യമുള്ള കോളേജ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തിട്ട് മറ്റ് കോളേജസ് താഴെ താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻസ് പൂർത്തിയാക്കുക. പിന്നെ ഇൻഡെക്സ് മാർക്കിന്റെ കാര്യം ഞാൻ പറയാം, മറ്റൊരു വീഡിയോയിൽ പറയാം. അതിന്റെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഓൾ ബെസ്റ്റ് വിഷസ്. എല്ലാവരും വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.